ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം ചൂടോടെ കഴിക്കാൻ ഏറെ പേര് ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമായ പരിപ്പ് വടയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിനായി ഈ കപ്പിൽ 2 കപ്പ് പരിപ്പ് 1 അവർ മുന്നേ തന്നെ ഞാനതിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. എരിവിനായി 3 റെഡ് ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒപ്പം 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിയണം, വെളുത്തുള്ളിയുടെ 5 അല്ലി. ഇത് പരിപ്പ് അരയ്ക്കുമ്പോൾ തന്നെ കൂടെ ഇട്ട് അരയ്ക്കാവുന്നതാണ്, വെളുത്തുള്ളി മാത്രം. ഇപ്പോൾ കുതിർന്നിരിക്കുന്ന പരിപ്പിൽ നിന്നും ഒരു 3 സ്പൂൺ പരിപ്പ് തനിയെ എടുത്ത് മാറ്റി വയ്ക്കുക. അത് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പരിപ്പ് നമുക്കിപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. തീരെ അരയാൻ പാടില്ല, ഒന്ന് കുറവായിട്ട് അരഞ്ഞാൽ മതി. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപ്പ് മാത്രം മിക്സി ജാറിലുണ്ട്. അതിനൊപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും 2 പിഞ്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ട് ഒരു 2 പൾസ് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ 1.5 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളി അഥവാ സവാള ഇട്ട് കൊടുത്ത് 3 സ്പൂൺ എടുത്തു വച്ചിരിക്കുന്ന പരിപ്പ് അതും കൂടെ ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പരിപ്പോടെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പരിപ്പ് കടിപിടുന്നത് നല്ലൊരു സുഖമാണ്. അപ്പോൾ ആ സമയത്താണ് വീട്ടിൽ അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ വടയ്ക്ക് ഉരുള പിടിക്കുന്നത് അച്ഛൻ ചെയ്തു തരാനായി. അങ്ങനൊരു വലിയൊരു ഹെൽപ്പായിരുന്നു അത്. അച്ഛൻ ഈ പണികളൊക്കെ ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ റിട്ടയർഡ് ടീച്ചറാണ്. അങ്ങനെ വടക്കുള്ള എല്ലാ ഉരുളകളും അച്ഛൻ ഉരുട്ടി തന്നു. നമുക്കിപ്പോൾ ഇതിന് നേരെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാനിൽ ഞാൻ 500 എണ്ണ ഒഴിക്കുകയാണ്. ഞാനിവിടെ കടല എണ്ണയാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനെ ഓരോന്നായിട്ട് എണ്ണയിലിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല എക്സ്പേർട്ടായ ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒറ്റ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഇടാറുണ്ട്. ഇല്ലെങ്കിൽ ഇടത് കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ വച്ച് കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ അറ്റങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എങ്കിൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവുകയുള്ളൂ. ഇപ്പോൾ എണ്ണ ചൂടായോ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒരു നുള്ളു മാവ് എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ മാവ് പൊങ്ങി വരികയാണെങ്കിൽ ചൂടായി എന്നർത്ഥം. ഇപ്പോൾ ഇത് ചൂടായിട്ടില്ല, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ അങ്ങനെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ടീ ബ്രേക്കാണ്. മണി 4:30 ആകാറായി. ഇവിടെ നമ്മളല്ലാതെ അച്ഛനും ചേച്ചിയുടെ മോനും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ആദ്യം കൊടുത്തൊന്ന് ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. ഉപ്പ് അല്പം കുറവായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ ഒന്നേന്ന് ഉപ്പിട്ട് ആ മാവ് ഉരുളകളിലെല്ലാം ചേർത്ത് പിടിപ്പിച്ച് ഞാനും അച്ഛനും കൂടെ തന്നെ അതിനെ ഉരുട്ടി എല്ലാം അങ്ങ് ചുട്ടെടുത്തു. നമുക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അടുത്ത 2 വീടുകളിലും കൂടെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഉപ്പും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിരുന്നു, കുറേ കൂടെ നന്നായിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. കറക്റ്റ് ഉപ്പ്, എരിവ്, അതിന് കായപ്പൊടി ഇതൊക്കെ തന്നെയാണ്. ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചേരുമ്പോൾ അടിപൊളി. വൈകുന്നേരങ്ങളിലെ പലഹാരങ്ങൾക്ക് അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബൈ ഫോർ നൗ.